അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയലും കേൾക്കലും ഒക്കെ ഇബാദത്താൻ. ലോകാവസാനം വരെയുള്ള ഓരോ മനുഷ്യൻക്കുമുള്ള വഴികാട്ടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതം അടുത്തറിയാനുള്ള ശ്രമമാണ് നബിയുടെ സീറ പഠിക്കുന്നതിലൂടെ നമ്മൾ നടത്തുന്നത്. സീറ പഠിച്ചൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതും നബിയെ ഫോളോ ചെയ്യുന്നതും സീറ പഠിക്കാത്ത ഒരാൾ നബിയെ സ്നേഹിക്കുന്നതും ഫോളോ ചെയ്യുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയും തോറും നമ്മൾ ആ നബിയെ കൂടുതൽ 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 സ്നേഹിക്കും. ആ നബി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയുള്ള ഈ യാത്ര നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതയാത്രയിലെ അവസാന ദിവസം വരെ നമുക്ക് പറയണം, കേൾക്കണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ളയുടെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനാണ് അബൂ ത്വാലിബ്. അൽ അഖു ഷഖീഖ്, ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ അറബിയിൽ അങ്ങനെയാണ് പറയുക. അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായിക്കൊണ്ട് അബൂ ത്വാലിബ് ഏറ്റെടുത്തു. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അബൂ ത്വാലിബിന് ജീവനായിരുന്നു. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടതൊക്കെ നൽകി അബൂ ത്വാലിബ് സംരക്ഷിക്കുകയാണ്. അബൂ ത്വാലിബിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വിശദമായിട്ട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ വളരെ പ്രസിദ്ധമായ അറിയപ്പെട്ട ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിൻ്റെ കൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെടുകയാണ്. ആ കച്ചവട യാത്രയിൽ വെച്ച് നടന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവം, ബഹീറ സംഭവം. ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടിയ പുരോഹിതനാണ് ബഹീറ. ബഹീറ എന്നും ബുഹൈറ എന്നും അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് പറയുന്നത് ബഹീറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ്. തിർമിദിയുടെ ഷർഹായ തുഹ്ഫത്തുൽ അഹ്വദിയിൽ നമ്മൾ കാണുന്നത് ബുഹൈറ എന്നുമാണ്. ഏതായാലും രണ്ട് അഭിപ്രായങ്ങളുമുണ്ട്. ഇവിടെ നമ്മൾ ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് പറഞ്ഞതുപോലെ ബഹീറ എന്ന നിലക്കായിരിക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ ബഹീറ സംഭവം ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജാമിഅയിൽ വളരെ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാമിഅ തിർമിദിയിലെ 3620 ഹദീസാണിത്. ഈ സംഭവം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് ഈ സംഭവം ഹസനാണ്, സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ ഇസാബയിൽ ഈ സംഭവം സഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു കസീർ, ഇമാം ഹാക്കിം, ഇമാം അൽബാനി റഹിമഹുമുല്ലാഹ് ഇവരൊക്കെ ഈ സംഭവം സ്വീകാര്യോഗ്യമാണ് എന്ന് പറഞ്ഞവരാൻ. എന്നാൽ ചില പണ്ഡിതന്മാർ ഈ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല, അത് സ്വീകാര്യോഗ്യമല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല ഈ സംഭവം ശരിയല്ല എന്നതിന് ഒരുപാട് തെളിവുകളൊക്കെ നിരത്തി സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നമുക്ക് ഈ സംഭവം ഒന്ന് വിവരിക്കാം. അതിനുശേഷം പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സിലാണ് ഈ യാത്ര നടക്കുന്നത്. അബൂ ത്വാലിബിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സിലാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നു, ഈ കഥയുടെ സന്ദർഭങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ അദ്ദേഹം ഒരു
ക്രിസ്തീയ പുരോഹിതനായിട്ടാണ് മനസ്സിലാകുന്നത് എന്നാണ്. യഹൂദികളിൽപ്പെട്ട ആളാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. ഏതായാലും മുൻകാല വേദങ്ങളിൽ നല്ല അറിവുള്ള ഒരാളാണ് ബഹീറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ആ സംഭവം വിവരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. നമുക്ക് ഇമാം തിർമിദി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസ് ഒന്ന് ശ്രദ്ധിക്കാം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിൻ്റെ കൂടെ ഷാമിലേക്ക് പുറപ്പെട്ടു. ഖുറൈശികളിൽപ്പെട്ട നേതാക്കന്മാരും ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ബഹീറ എന്ന ഈ പുരോഹിതൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. മക്കയിൽ നിന്ന് ഷാമിലേക്കുള്ള യാത്ര നീണ്ട യാത്രയാണ്. യാത്രക്കിടയിൽ ഈ കച്ചവട സംഘങ്ങൾ വിശ്രമിക്കുകയൊക്കെ ചെയ്യും. മുമ്പും ഈ പുരോഹിതൻ്റെ അടുക്കലൂടെ ഈ കച്ചവട സംഘങ്ങൾ പലതവണ കടന്നുപോയിട്ടുണ്ട്. അന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഇല്ല. എന്നാൽ ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കച്ചവട സംഘത്തിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പൊന്നും ഈ പുരോഹിതൻ ഈ കച്ചവട സംഘം ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ അടുക്കലേക്ക് വരികയോ അവരെ പറ്റിയിട്ട് ചോദിക്കുകയോ വിശേഷങ്ങൾ അറിയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്തവണ ആ പുരോഹിതൻ ഈ കച്ചവട സംഘത്തിൻ്റെ അരികിലേക്ക് വരുന്നു, അവരോട് സംസാരിക്കുന്നു. ഈ കച്ചവട സംഘത്തിൻ്റെ അരികിലെത്തിയിട്ട് ഈ ബഹീറ എന്ന പുരോഹിതൻ ആരെയൊക്കെയോ തിരയുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നു. നബിയുടെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഹദീസിൽ കാണാം. ഹാദാ സയ്യിദുൽ ആലമീൻ, ഇതാ ഈ കുട്ടി ലോകരുടെ നേതാവാണ്. യബ്അസുഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിക്കൊണ്ട് അള്ളാഹു അവനെ നിയോഗിക്കും. അപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈ കച്ചവട സംഘത്തിലുണ്ടായിരുന്ന ഖുറൈശി നേതാക്കന്മാർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാ ഇൽമുക, ഇത് എങ്ങനെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ആ സമയത്ത് ബഹീറ പറയുകയാണ്, ഇന്നക്കും ഹീന അഷ്റഫ്തും മിനൽ അഖബതി, നിങ്ങൾ ഈ മലയിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചതു മുതൽ ലം യബ്ഖ ശജറുൻ വലാ ഹജറുൻ ഇല്ലാ ഖറ സാജിദ, ആ വഴികളിലുള്ള കല്ലുകളും മരങ്ങളുമൊക്കെ സുജൂദിലാണ്. വലാ യസ്ജുദാനി ഇല്ലാ ലി നബിയ്യിൻ, അവർ ഒരു നബിക്ക് വേണ്ടിയല്ലാതെ സുജൂദ് ചെയ്യുകയില്ല. ഇവിടെ സുജൂദ് എന്നുള്ളതിൻ്റെ രൂപവും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, എന്താണ് ആ സുജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്തായാലും ആ കല്ലുകളും മരങ്ങളും ഒക്കെ നബിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ബഹീറയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, വ ഇന്നി അഅരിഫുഹു ബിഖാതമിൻ നുബുവ്വതി, നുബൂവത്തിൻ്റെ മുദ്ര കൊണ്ടും എനിക്ക് ആ കുട്ടിയെ മനസ്സിലായിട്ടുണ്ട് എന്നാണ്. നുബൂവത്തിൻ്റെ മുദ്ര എന്താണ് എന്ന് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹീറ തിരിച്ചു പോവുകയാണ്. അദ്ദേഹം ഇവർക്ക് വേണ്ടി, ഈ കച്ചവട സംഘത്തിനു വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. മുമ്പ് ഈ കച്ചവട സംഘം ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴൊന്നും അവരെ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ഭക്ഷണമൊക്കെ ഒരുക്കിയതിന് ശേഷം ഇവരുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കച്ചവട സംഘത്തിൻ്റെ ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നിടത്താണ് ഉള്ളത്. അവരിലേക്ക് ബഹീറ ആളുകളെ അയച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന സമയത്ത് നബിക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്ന സമയത്ത് മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണലൊരുക്കി കൊടുക്കുന്നതൊക്കെ അവർ കണ്ടു. ഈ കാര്യമൊക്കെ ബഹീറ കൂടെയുള്ള ആളുകളെ ധരിപ്പിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ബഹീറ പറയുന്നുണ്ട്, മുഹമ്മദിനെ നിങ്ങൾ ഒരിക്കലും ഷാമിലേക്ക് കൊണ്ടുപോകരുത്, റോമക്കാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകരുത്. കാരണം റോമക്കാരെങ്ങാനും അവനെ തിരിച്ചറിഞ്ഞാൽ അവരവനെ വധിച്ചു കളയും, കൊന്നുകളയും. മുഹമ്മദിൻ്റെ അടയാളങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അവർക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും അവനുമായിട്ട് ഷാമിലേക്ക് പോകരുത്, റോമക്കാരുടെ അടുക്കലേക്ക് പോകരുത് എന്നൊക്കെ ബഹീറ മുന്നറിയിപ്പ് കൊടുക്കുന്നു. മക്കക്കാരുമായി സംസാരിക്കുന്നതിനിടയിൽ ബഹീറ അവരോട് ചോദിക്കുന്നുണ്ട്, മാ ഹാദൽ ഗുലാമു മിൻക്, ഇതാരുടെ മകനാണ്, ആരുടെ കുട്ടിയാണ്? അബൂ താലിബ് പറഞ്ഞു, ഇബ്നി, അതെൻ്റെ മകനാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മകനെ എന്നാണ് വിളിച്ചിരുന്നത്, ഇബ്നി എന്നാണ് വിളിച്ചിരുന്നത്. അത്രക്കും നബിയോടുള്ള സ്നേഹവും ആർദ്രതയും കാരുണ്യവുമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ബഹീറ പറയാണ്, മാ ഹുവ ബിബ്നിക്, ഇത് നിങ്ങളുടെ മകനല്ല.
വമാ യംബഗി അൻ യകൂന അബൂ ഹാദൽ ഗുലാമി ഹയ്യ. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിയുടെ ഉപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ മകനല്ല, നിങ്ങളുടെ മകനാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ഹാദാ ഇബ്നു അഖി, ഇതെൻ്റെ സഹോദരൻ്റെ മകനാണ്. ഫമാ ഫഅല അബൂ, അപ്പോൾ അവൻ്റെ ഉപ്പാക്ക് എന്ത് സംഭവിച്ചു? മാത്ത വ ഉമ്മുഹു ഹുബ്ല ബിഹി, അവൻ്റെ ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബഹീറ പറയുകയാണ്, സ്വദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് എത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയാമെന്നതാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ മുൻകാല വേദങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഉണ്ട്. ഈ ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ ഇഞ്ചീലിൽ നല്ല അറിവുള്ള ആളാണ്. എന്നിട്ട് ബഹീറ അബൂ ത്വാലിബിനോട് പറയുകയാണ്, ഫർജി ബിഹി ഇലാ ബലദിഹി വഹ്ദർ അലൈഹി യഹൂദ്, നിങ്ങൾ ഈ കുട്ടിയെ അവൻ്റെ നാട്ടിലേക്ക് തന്നെ മടക്കി അയക്കണം. യഹൂദികൾ അവൻ്റെ അടുക്കലെത്തുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഈ ഹദീസിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ബഹീറ ഒരു യഹൂദി പുരോഹിതനല്ല, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതനാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നത് പോലെ യഹൂദികളുടെ കയ്യിലെങ്ങാനും അവനെ കിട്ടിയാൽ അത് അപകടം ഉണ്ടാക്കും എന്നൊക്കെയുള്ള മുന്നറിയിപ്പാണ് ബഹീറ അവിടെ ആ കച്ചവട സംഘത്തിന് കൊടുക്കുന്നത്, അബൂ ത്വാലിബിന് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അങ്ങനെ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് അയക്കുകയാണ്, വേറൊരാളുടെ കൂടെ മക്കയിലേക്ക് അയക്കുകയാണ്. ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ ത്വാലിബ് തിരിച്ചയക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെയാണെന്നാണ്. ഈ ഹദീസ് സഹീഹ് അല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇത് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സുള്ള സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ല. ഈ ഹദീസ് സ്വീകരിച്ച പണ്ഡിതന്മാർ തന്നെ ആ ഭാഗം ശരിയല്ല എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഇസാബയിൽ പറയുന്നുണ്ട്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരൊക്കെ വിശ്വസ്തരാൻ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാഗങ്ങളൊന്നും ആ ഹദീസിലില്ല, ഈ ബഹീറ സംഭവത്തിലില്ല, എന്നാൽ ഒരു ഭാഗം ഒഴികെ. എന്നിട്ട് അവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് അബൂ ത്വാലിബ് തിരിച്ചയച്ചത് എന്നത് ശരിയല്ല. അത് വേറെ ഏതെങ്കിലും ഹദീസിൽ നിന്ന് ഇങ്ങോട്ട് കടന്നുകൂടിയതാകാം, ഏതെങ്കിലും ഒരു റിപ്പോർട്ടർക്ക് തെറ്റുപറ്റിയതാകാം എന്നൊക്കെ ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ സംഭവം ശരിയല്ല എന്ന് പറയാൻ ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല എണ്ണി പറയുന്ന കുറച്ച് സംഗതികളുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം ദഹബിയുടെ അഭിപ്രായ പ്രകാരം ഈ ഹദീസ് മുൻകറാണ്, സ്വീകാര്യയോഗ്യമല്ല. അദ്ദേഹം പറയുന്നത്, എവിടെയാണ് ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഉള്ളത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിക്കുന്നത് ഇസ്ലാമിന് ശേഷമാണ്. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ജനിച്ചിട്ട് പോലുമില്ല. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, അബൂ ത്വാലിബിനെ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സംഭവം ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അബൂ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയിട്ടുണ്ട്, പ്രബോധനം നടത്തിയിട്ടുണ്ട്. അബൂ ത്വാലിബിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും സീറയുടെ വരികളിലും കാണുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട്, മൂത്താപ്പ, അന്ന് ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ ബുസ്റ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ബഹീറ എന്ന പുരോഹിതൻ ഞാൻ നബിയായി നിയോഗിക്കപ്പെടുമെന്ന കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അബൂ ത്വാലിബിനെ ഓർമ്മപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഖുറൈശികളോടും ഈ ഒരു സംഗതി നബി പറഞ്ഞിട്ടില്ല. ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട വലിയ വലിയ കിബാറുകൾ, വലിയ വലിയ നേതാക്കന്മാർ ആ കച്ചവട സംഘത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരാരും ഇങ്ങനത്തെ ഒരു ബഹീറ സംഭവത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല തന്നെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഹിറാ ഗുഹയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നു.
വഹി വന്ന സമയത്ത് പേടിച്ച് വിറച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മിലൂനി എന്ന് പറഞ്ഞ് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടുന്നത്. ഞാനൊരു നബിയായിട്ട് നിയോഗിക്കപ്പെടുമെന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമേ ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിക്കുകയും ബേജാറാവുകയും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല പറയുന്നു, ബഹീറ താക്കീത് കൊടുത്തതുകൊണ്ടും മുന്നറിയിപ്പ് കൊടുത്തതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബ് ഷാമിലേക്ക് കൊണ്ടുപോയില്ല കച്ചവടത്തിന്, മക്കയിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട കാരവനുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ സമയത്ത് എങ്ങനെയാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം കൊടുക്കുക? അബൂ താലിബിൻ്റെ മനസ്സെങ്ങനെയാണ് അത് സമ്മതിക്കുക? ഇങ്ങനെ ഒരുപാട് ന്യായമായ കാരണങ്ങൾ ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല നിരത്തുന്നുണ്ട് ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സീറയുടെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഭൂരിപക്ഷം ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ടൊരു സംഗതിയാണ് ഈ ബഹീറ സംഭവം. അത്ര പ്രസിദ്ധമായ അറിയപ്പെട്ടൊരു സംഗതിയാണിത്. അത് സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞ കുറേ പണ്ഡിതന്മാരുണ്ട്, സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഏതായാലും സീറയുടെ ഗ്രന്ഥങ്ങളിലുള്ള ഒരു സംഗതി എന്ന നിലക്കാണ് നമ്മളിവിടെ ഈ ഒരു സംഭവം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആലയുടെ ജാമിഇൽ വന്ന ഭാഗങ്ങളാണ് വിശദമായിട്ട് നമ്മൾ പറഞ്ഞത്. ഇത് ഇമാം തിർമിദിയുടെ ജാമിയിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ മഹാഭൂരിപക്ഷം സീറയുടെ ഗ്രന്ഥങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവലംബയോഗ്യരായ ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ല, അതുപോലെ തന്നെ ഇബ്നു ആയിദ്, ഇവരെ പോലെയുള്ളവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്തതും ഉദ്ധരിച്ചതും പരാമർശിച്ചതൊക്കെ ഉണ്ട്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ സംഭവം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട കുറച്ച് പാഠങ്ങളുണ്ട്, കുറച്ച് വിവരങ്ങളുണ്ട്. അതിലൊന്ന്, ഒരു പ്രവാചകന് വേണ്ടി, ഒരു റസൂലിന് വേണ്ടി ലോകം കാത്തിരിക്കുകയായിരുന്നു. ആ നിയോഗിക്കപ്പെടാനുള്ള റസൂലിനെ പറ്റിയുള്ള വിവരങ്ങൾ വേദങ്ങളിൽ ഉണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന മനുഷ്യന്മാർ, ഇഞ്ചീലിനെ പറ്റിയിട്ടും തൗറാത്തിനെ പറ്റിയിട്ടും ഒക്കെ വിവരമുള്ള മനുഷ്യന്മാർ അക്കാലത്ത് ജീവിച്ചിരുന്നു. അതാണ് വറഖത്ത് ബിൻ നൗഫലിൻ്റെ ഒക്കെ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ട് പേടിച്ചിട്ട് ഖദീജ ബീവിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നതും ഖദീജ ബീവി നബിയെ സമാധാനിപ്പിച്ച് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് വറക്ക പറയുന്നത് എന്താണ്? ഹാദൻ നാമൂസുല്ലദീ നസ്സലല്ലാഹു അലാ മൂസ, ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് അള്ളാഹു അയച്ച മലക്കാണ്. അപ്പോൾ ആ വിവരം വറക്കയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞത്, നിങ്ങളുടെ ജനത നിങ്ങളെ പുറത്താക്കുന്ന സമയത്ത്, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ശക്തമായ പിന്തുണയും സഹായവും നൽകും. പക്ഷേ വറക്ക ജീവിച്ചിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിക്കപ്പെടുന്ന സമയത്ത് വറഖത്ത് ബിൻ നൗഫൽ ഇല്ല. ഏതായാലും വേദങ്ങൾ വളരെ വിശദമായിട്ട് പഠിക്കുകയും അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്ത് ജീവിച്ചിരുന്നിരുന്നു എന്നതിന് ഒരുപാട് തെളിവുകൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ സൂചിപ്പിച്ച തെളിവുകളും നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി ഈ ബഹീറ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന മറ്റൊരു പാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് പറയപ്പെട്ട വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഈ വേദത്തിനെ പറ്റിയിട്ട് അറിവുള്ള ആളുകൾ കണ്ടെത്തുകയും അത് കണ്ടെത്തിയത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആദരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അഹ്മദ് ഷൗക്കി പാടുന്ന വളരെ മനോഹരമായ 2 വരി ശ്രദ്ധിക്കുക. ലമ്മാ റആഹു ബഹീറൻ ഖാല നഅരിഫുഹു ബിമാ ഹഫിദ്നാ മിനൽ അസ്മാഇ വസ്സിയമി. ബഹീറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പറഞ്ഞു, ആ നബിയെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പഠിച്ചിട്ടുള്ള, ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള പേരുകൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും. ഈ ബഹീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലയും ഇമാം ദഹബി റഹിമഹുല്ലയും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തും നമുക്ക് ഈ ബഹീറയുടെ സംഭവത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലുകളും മരങ്ങളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, ഞാൻ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നോട് സലാം പറഞ്ഞിരുന്ന ഒരു കല്ലിനെ എനിക്കറിയാം.
അപ്പോൾ അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ട സംഗതികളുമാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ബഹീറ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സീറയിലെ വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ഈ ബഹീറ സംഭവം. അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഏതായാലും ഇങ്ങനത്തെ ഒരു വിഷയം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ വിശദമായിട്ട് പഠിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. അഖൂലു ഖൗലി ഹാദ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.